എല്ലാവർക്കും ശിവപാർവതി ജ്യോതിഷത്തിലേക്ക് സ്വാഗതം. ഗ്രഹദോഷ ശാന്തി കർമ്മങ്ങളുടെ അടിസ്ഥാനം എന്ത്? വിവിധ മാർഗങ്ങളിലൂടെ നമ്മുടെ ഉള്ളിൽ സ്പന്ദിക്കുന്ന ഊർജത്തിന്റെ താളം നമുക്ക് പ്രപഞ്ചശക്തിയുമായി ഐക്യപ്പെടുത്താം. ഇതാണ് ഗ്രഹദോഷ പരിഹാര കർമ്മങ്ങളെ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഒരു വ്യക്തിക്ക് ചൊവ്വയുടെ ദശാകാലമെന്ന് കരുതുക. ജാതകത്തിൽ ചൊവ്വ പ്രതികൂലനെങ്കിൽ അക്കാലത്ത് ആ വ്യക്തിയിൽ ക്രൂരകർമ്മങ്ങൾ ചെയ്യുവാനുള്ള തോന്നൽ, എടുത്തുചാട്ട സ്വഭാവം, കോപപ്രവൃത്തികൾ തുടങ്ങിയവ ഉണ്ടാകും. കുജന്റെ സവിശേഷതകൾക്കനുസരിച്ചുള്ള തീവ്രമായ ഊർജസ്പന്ദനം ആ വ്യക്തിയിൽ ഉണ്ടാക്കുന്നു. ജാതകത്തിൽ കുജൻ പ്രതികൂലൻ ആയതിനാൽ ആ ഊർജസ്പന്ദനത്തിന് പ്രപഞ്ചശക്തിയുമായുള്ള ഐക്യം നഷ്ടപ്പെടുന്നു. അങ്ങനെ വ്യക്തി അപകടങ്ങളിൽ ചെന്നുപെടാനുള്ള സാധ്യതകൾ വർദ്ധിക്കുന്നു. കുജന് വിധിച്ചിട്ടുള്ള ശാന്തി കർമ്മങ്ങൾ വ്യക്തി ശ്രദ്ധാപൂർവം അനുഷ്ഠിക്കുമ്പോൾ തന്നിലുള്ള ഊർജസ്പന്ദനം പ്രപഞ്ചശക്തിയുമായി ക്രമേണ ഐക്യപ്പെടും. ആ ഐക്യപ്പെടൽ ദുഃഖശാന്തി നൽകുകയും ചെയ്യും. ദേവന്മാരെയും ബ്രാഹ്മണരെയും വന്ദിക്കുക, ഗുരുജനങ്ങളുടെ വാക്കുകൾ ശ്രവിക്കുക, സജ്ജന സമ്പർക്കം ചെയ്യുക, ഹോമം നടത്തുക, യാഗം ദർശിക്കുക, നിർമ്മലമായ മനോഭാവം പുലർത്തുക, ജപം നടത്തുക, ദാനം ചെയ്യുക എന്നിവകളാൽ ഗ്രഹപ്പിഴകൾ പരിഹരിക്കപ്പെടും. ഗ്രഹപ്പിഴാകാലങ്ങളിൽ വർജിക്കേണ്ടവ എന്തെല്ലാം എന്ന് നോക്കാം. അസമയങ്ങളിൽ സഞ്ചരിക്കുക, വേട്ടയാടുക, സാഹസകൃത്യങ്ങളിൽ ഏർപ്പെടുക, ആനപ്പുറത്തും കുതിരപ്പുറത്തും കയറുക, അന്യഗ്രഹങ്ങളിൽ പോവുക, ദൂരയാത്ര ചെയ്യുക തുടങ്ങിയവ ഗ്രഹപ്പിഴ കാലങ്ങളിൽ ഒഴിവാക്കേണ്ടതാണ് എന്ന് ആചാര്യന്മാർ പറയുന്നു. ആനപ്പുറത്തും കുതിരപ്പുറത്തും കയറുന്നത് ഒഴിവാക്കുക എന്നതുകൊണ്ട് അപകട സാധ്യതയുള്ള യാത്രകൾ ഒഴിവാക്കുക എന്നാണ് അർത്ഥമാക്കേണ്ടത്. ഗ്രഹപ്പിഴ കാലങ്ങളിൽ നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ മുതൽ സുപ്രധാന കർമ്മങ്ങളിൽ ഏർപ്പെടുമ്പോൾ വരെ കൂടുതൽ സൂക്ഷ്മത പുലർത്തുക അത്യാവശ്യമാണ്. ജ്യോതിഷ ഗ്രന്ഥങ്ങളിൽ നിരവധി ദോഷ പരിഹാര കർമ്മങ്ങൾ വിവരിക്കുന്നുണ്ട്. ഇഷ്ടദേവതാ ഭജനം, ഔഷധ സ്നാനം, ഔദായനീയ സ്നാനം, തീർത്ഥസ്നാനം, യന്ത്രധാരണം, വസ്ത്രധാരണം, രത്നധാരണം, പുഷ്പധാരണം, വ്രതങ്ങൾ, പൂജ, ഹോമം, ജപം, ധ്യാനം, മൂർത്തിഭജനം, നമസ്കാരം എന്നിങ്ങനെ ദോഷപരിഹാരങ്ങൾ അനവധിയാണ്. ഇവയിൽ ചിലതെങ്കിലും ഇക്കാലത്ത് സാധാരണക്കാർക്ക് അനുഷ്ഠാനക്ഷമമല്ല എന്നുള്ളതും ഒരു വസ്തുതയാണ്. ഇത്രയുമാണ് ഇന്നത്തെ വീഡിയോയിൽ ഗ്രഹദോഷ ശാന്തി കർമ്മങ്ങളും ഗ്രഹദോഷ കാലങ്ങളെക്കുറിച്ചും പറയാനുള്ളത്. ഏവർക്കും വീഡിയോ ഇഷ്ടമായി എങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റുകളായിട്ട് നൽകുക. നന്ദി, നമസ്കാരം.